ആ 37-40 ട്രില്യൺ ഡോളറിനടുത്താണ് ഒരു കടം ഇന്ന് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് 1 കോടി ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഡിഫൻസ് ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അസ്ഥിരത യു എസിൽ കാണുന്നു. കാരണം ഗ്ലോബൽ കറൻസി ആയിട്ട് നമ്മൾ യു എസിൻ്റെ ആ ഡോളറിനെ കണ്ടപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കാണുമ്പോൾ നാച്ചുറലി ഒരു മൂവിങ് ഔട്ട് ഒരു ഡോളറിൽ നിന്ന് മാറാനും, പക്ഷേ ഇത് ഒരു പെട്ടെന്ന് അങ്ങോട്ട് നടക്കില്ല, അതിന് സമയമെടുക്കും. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ത്യ, ചൈന, പോളണ്ട് പോലുള്ള രാഷ്ട്രങ്ങൾ ഈ ഗോൾഡ് വാങ്ങിച്ച് കൂട്ടുന്നതില്ലാതാകും എന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അൺസർട്ടൻ സമയത്ത് ഗോൾഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ റേറ്റ് കട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഫെഡറൽ യു എസിൽ റേറ്റ് കുറയുമ്പോൾ നാച്ചുറലി ആ ഇൻട്രസ്റ്റിൻ്റെ ഒരു തോത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഇൻട്രസ്റ്റ് എന്തായാലും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് കുറവാകുന്നത് കൊണ്ട് അത് ഗോൾഡായിട്ട് മാറ്റി കുറേ കൂടി സേഫർ അസറ്റായിട്ട് മാറ്റി വയ്ക്കാനായിട്ടുള്ളൊരു പ്രവണത കൂടുതലുണ്ടാകും.